അഭയ കേസിലെ CBIയുടെ നിയമവിരുദ്ധമായ ഇടപെടലുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി വോയിസ് ഓഫ് നൺസ് രംഗത്തെത്തി. മനസാക്ഷിക്ക് നിരക്കാത്ത കള്ളക്കഥകൾ എഴുതിയുണ്ടാക്കി നിയമവിരുദ്ധമായ വഴികളിലൂടെ അത് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന CBIയെ പോലെ ഒരു അന്വേഷണ ഏജൻസി ലോകത്തൊരിടത്തും ഉണ്ടാകില്ലെന്ന് വോയിസ് ഓഫ് നൺസ് ചൂണ്ടിക്കാട്ടുന്നു. വ്യാജ വാദഗതികളിലൂടെ അനേക ജീവിതങ്ങളെ തകർത്തെറിഞ്ഞ കുപ്രസിദ്ധ കുറ്റാന്വേഷകരുടെ മുഖം മൂടി പറിച്ചെറിയേണ്ടതും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന കറുത്ത കരങ്ങളെ തിരിച്ചറിയേണ്ടതും നീതി നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന സകലരുടെയും ആവശ്യമാണെന്നും വോയിസ് ഓഫ് നൺസ് PRO അഡ്വക്കേറ്റ് സിസ്റ്റർ ജോസിയ വ്യക്തമാക്കുന്നു. CBIയുടെ നിയമവിരുദ്ധ പ്രവൃത്തികൾക്ക് ആര് പരിഹാരം ചെയ്യും എന്ന പേരിൽ ദീപിക ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലൂടെയാണ് സിസ്റ്റർ ജോസിയ അഭയ കേസിൽ അന്വേഷണ ഏജൻസിയായ CBI സ്വീകരിച്ച നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ വിമർശിച്ചിരിക്കുന്നത്. 2020 ഡിസംബറിന് ശേഷം 2023 ഫെബ്രുവരിയിൽ അഭയ കേസ് സംബന്ധിച്ച മറ്റൊരു വിധി പ്രസ്താവം കൂടി ചർച്ചയാകുമ്പോൾ അവിടെ തകർന്നടിയുന്നത് CBIയുടെ വാദഗതികളും കണ്ടെത്തലുകളും മുഴുവനോടെയാണെന്ന് ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. CBI ഭാവനയിൽ മെനഞ്ഞ കുറ്റപത്രത്തിന്റെ അടിത്തറ പ്രതികൾ തമ്മിലുള്ള അവിഹിത ബന്ധമായിരുന്നു. അത് സ്ഥാപിക്കാൻ CBIക്ക് മുന്നിലുണ്ടായിരുന്ന ഏക വഴി കുറ്റാരോപിതയായ സന്യാസിനി കന്യകയല്ല എന്ന് സ്ഥാപിക്കുകയായിരുന്നു. അതിനാണ് അവർ നിയമവിരുദ്ധമായ കന്യകാത്വ പരിശോധന നടത്താൻ തീരുമാനിച്ചത്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളതിനാൽ സന്യാസിനി അതിന് വഴങ്ങുകയും പരിശോധനയ്ക്ക് വിധേയയാവുകയും ചെയ്തു. അതേസമയം പരിശോധനയിൽ സന്യാസിനി കന്യകയാണെന്ന് തെളിഞ്ഞത് CBIക്ക് തിരിച്ചടിയായി. എന്നാൽ അവിടെയും തോൽവി സമ്മതിക്കാതെ അടുത്ത ട്വിസ്റ്റ് തങ്ങളുടെ തിരക്കഥയിൽ അവർ എഴുതി ചേർത്തു. അതായിരുന്നു ഹൈമനോപ്ലാസ്റ്റി. തങ്ങളുടെ വായനക്കാരുടെയും കാഴ്ചക്കാരുടെയും എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഉപാധിയായി അഭയ കേസിനെ കണ്ട വിവിധ മാധ്യമങ്ങൾ പൊടിപ്പും തൊങ്ങലും ചേർത്ത് വെച്ച് കൂടുതൽ കഥകൾ മെനയുകയാണ് ഉണ്ടായത്. ഒപ്പം ഒരു കത്തോലിക്ക സന്യാസിനി എന്ന ഒറ്റ കാരണത്താൽ മാത്രം കത്തോലിക്ക സന്യാസത്തിനും സന്യാസ സമൂഹങ്ങൾക്കും എതിരെയുള്ള നീക്കമെന്ന നിലയിലും ഈ വിഷയത്തെ വിവിധ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തു. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് പ്രതികളായി ചിത്രീകരിക്കപ്പെട്ട് അത്യന്തം ഹീനമായ രീതിയിൽ തേജോവധം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നവരിൽ ഒരാൾക്ക് അനുകൂലമായ ഒരു കോടതി വിധി വരുന്നത്. ചില മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ഇന്നും സ്ഥാപിത താൽപ്പര്യങ്ങൾ വെച്ചു പുലർത്തുന്നുവെന്ന് കരുതുന്നതിൽ തെറ്റില്ല. കുറ്റാരോപിതരെ നാർക്കോ അനാലിസിസിന് വിധേയമാക്കിയ പ്രവൃത്തിയും കോടതിയിൽ നിന്ന് വിമർശനം നേരിട്ടിരുന്നു. അവിടെയും നാർക്കോ അനാലിസിസ് ചെയ്യുക മാത്രമല്ല, അതിൻ്റെ ദൃശ്യങ്ങൾ നിയമവിരുദ്ധമായി പുറത്തുവിടുകയുമുണ്ടായിരുന്നു. മരണത്തിന് മുമ്പെങ്കിലും തങ്ങൾ നിരപരാധികളാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരവസരം മാത്രമേ ഇനി കുറ്റാരോപിതർക്ക് ആഗ്രഹിക്കാനുള്ളൂ. എന്നാൽ വ്യാജമായ വാദഗതികൾ ഉന്നയിച്ച് അനേക ജീവിതങ്ങളെ തകർത്തെറിഞ്ഞ കുപ്രസിദ്ധ കുറ്റാന്വേഷകരുടെ മുഖം മൂടി പറിച്ചെറിയണമെന്നതും സ്ഥാപിത താൽപ്പര്യങ്ങളോടെ 3 പതിറ്റാണ്ടുകളായി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കറുത്ത കരങ്ങളെ ലോകം തിരിച്ചറിയണമെന്നതും നീതി നടപ്പാക്കണമെന്നാഗ്രഹിക്കുന്ന പലരുടെയും ആവശ്യമാണെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. ഷെക്കന ന്യൂസ്, കൊച്ചി.